Hello, good morning. Today we are going to discuss another chapter, chapter 6, Revenue from Contract with Customers. IFRS 15 and Indian Accounting Standard 115 ആണ് റവന്യൂ ഫ്രം കോൺട്രാക്റ്റ് വിത്ത് കസ്റ്റമേഴ്സ് എന്ന ഈ ഒരു കസ്റ്റമർ കോൺട്രാക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ കസ്റ്റമേഴ്സുമായി ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. IFRS 15 sets the principles to apply when reporting about the nature, amount, timing and uncertainty of revenue and cash flow from a contract with a customer. ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ കസ്റ്റമേഴ്സുമായി ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റിനകത്ത് ആ കോൺട്രാക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള നേച്ചർ, ദ എമൗണ്ട്, ടൈമിംഗ് ആൻഡ് അൺസർട്ടനിറ്റി, ഇത്രയും കാര്യങ്ങളെല്ലാമാണ് IFRS 15നകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ കസ്റ്റമേഴ്സുമായി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റിൻ്റെ നേച്ചർ എന്താണ്, അതിനകത്ത് എമൗണ്ട് എത്രത്തോളമുണ്ട്, അതിൻ്റെ ടൈമിംഗ് എന്താണ്, അൺസർട്ടനിറ്റി എത്രത്തോളം ഇൻവോൾവ്ഡ് ആണ്, ഇത്തരം കാര്യങ്ങളെല്ലാമാണ് റവന്യൂ ഫ്രം കോൺട്രാക്റ്റ് വിത്ത് കസ്റ്റമേഴ്സ് എന്ന IFRS 15നകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം, മോഡേൺ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് വേൾഡിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് നിലനിൽക്കണമെങ്കിൽ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റിനുള്ള സെയിൽസ് എല്ലാം ഒരു പക്ഷേ നടത്തേണ്ടി വരും. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ കസ്റ്റമേഴ്സുമായിട്ട് ഒരു ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയതുമായി ബന്ധപ്പെട്ട എമൗണ്ടുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ കോൺട്രാക്റ്റുകളെല്ലാം ഉണ്ടാക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ കസ്റ്റമറുമായി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിൻ്റെ നേച്ചർ എന്താണ്, എമൗണ്ട് എന്താണ്, എത്രത്തോളമാണ് എമൗണ്ട് വരുന്നത്, ടൈമിംഗ് എന്താണ്, അൺസർട്ടനിറ്റി എത്രത്തോളം ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ റവന്യൂ ഫ്രം കോൺട്രാക്റ്റ് വിത്ത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റിന് സെയിൽസ് ചെയ്യുന്ന സമയത്ത് അവിടെ അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും. ആ ക്രെഡിറ്റിന് സെയിൽസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്നാണ് കൃത്യമായിട്ട് തിരിച്ചടക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ടൈമിംഗ് ഉണ്ടായിരിക്കും. ആ ക്രെഡിറ്റിന് സെയിൽസ് എമൗണ്ടിനെ കുറിച്ച് പറയണം. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഈ പറയുന്ന റവന്യൂ ഫ്രം കോൺട്രാക്റ്റ് വിത്ത് കസ്റ്റമേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് എൻറ്റിറ്റി ഹാസ് എ കോൺട്രാക്റ്റ് വിത്ത് പാർട്ടി അതർ ദാൻ കസ്റ്റമേഴ്സ്, ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ കസ്റ്റമേഴ്സുമായി ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് മാത്രമാണ് IFRS 15നകത്ത് വരുന്നത്. അതർ ദാൻ ഇവിടെ പറയുന്നത് നോക്കിക്കേ, സോ ഇഫ് ദ എൻറ്റിറ്റി ഹാസ് എ കോൺട്രാക്റ്റ് വിത്ത് പാർട്ടി അതർ ദാൻ കസ്റ്റമർ, കസ്റ്റമറുമായിട്ടുണ്ടാക്കുന്ന കോൺട്രാക്റ്റുകൾ അല്ലാതെയുള്ള കോൺട്രാക്റ്റുകൾ എന്തല്ല, IFRS 15 ഡസ് നോട്ട് അപ്ലൈ. IFRS 15 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ കസ്റ്റമേഴ്സുമായി ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് മാത്രമാണ് എന്തിനകത്ത് വരുന്നത്, IFRS 15നകത്ത് വരുന്നത്. അപ്പോൾ അതല്ലാതെ വരുന്ന കോൺട്രാക്റ്റുകളെല്ലാം ഇതിനകത്ത് വരുന്നതല്ല. അപ്പോൾ ഏതൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, എക്സ്ക്ലൂഷൻ ഫ്രം IFRS 15, IFRS 15നകത്ത് ഉൾക്കൊള്ളാത്ത കോൺട്രാക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം. 1, ലീസ് കോൺട്രാക്റ്റ്. ലീസ് കോൺട്രാക്റ്റ് ഇതിനകത്ത് വരുന്നില്ല. ലീസ് കോൺട്രാക്റ്റ് വരുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 പ്രകാരമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 ആണ് ലീസ് കോൺട്രാക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ആണ്. ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 104 ആണ്. 104 ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ നെക്സ്റ്റ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് 111 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 111 പ്രകാരമാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 27 ആണ് ജോയിൻറ്റ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് അതർ കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 109 ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 109. അപ്പോൾ ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരാത്ത നമ്മുടെ കസ്റ്റമേഴ്സുമായി ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റുകൾ മാത്രമാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 115നകത്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിനകത്ത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു റവന്യൂ ഫ്രം കോൺട്രാക്റ്റ് വിത്ത് കസ്റ്റമേഴ്സ്. ഈ ഒരു കോൺട്രാക്റ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ടേംസിനെ കുറിച്ചാണ്. ഒന്നാമത്തെ ടേം പറയുന്നത് എന്താണ്, കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. കോൺട്രാക്റ്റ്, സോ കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more parties that creates rights and obligations.
കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുണ്ടാക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. ആ എഗ്രിമെൻറ്റിനകത്ത് അതല്ല ആ എഗ്രിമെൻറ്റിലൂടെ ടു ക്രിയേറ്റ് സർട്ടൺ ഒബ്ലിഗേഷൻസ് ഓർ റൈറ്റ്സ്, അതിനകത്ത് ചില ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ റൈറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത്തരത്തിൽ ചില സർട്ടൺ റൈറ്റ്സ് ഓർ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുണ്ടാക്കുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻകം ആണ്. ഇൻകം മീൻസ് ടു ഇൻക്രീസ് ദ എക്കണോമിക് ബെനിഫിറ്റ്സ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരിയഡ്. ഒരു അക്കൗണ്ടിങ് പീരിയഡിനകത്ത് ബിസിനസ് സ്ഥാപനത്തിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഇൻകം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ റവന്യൂ മീൻസ് ഇൻകം അറൈസിങ് ഇൻ ദ കോഴ്സ് ഓഫ് ആൻ എൻറ്റിറ്റീസ് ഓർഡിനറി ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓർഡിനറി ആക്ടിവിറ്റീസിലൂടെ ഇൻകം അറൈസ് ചെയ്യുന്ന പ്രവർത്തനമാണ് റവന്യൂ എന്ന് പറയുന്നത്. ഇൻകം അറൈസസ് ഇൻ ദ കോഴ്സ് ഓഫ് ആൻ എൻറ്റിറ്റി ഓർഡിനറി ആക്ടിവിറ്റീസ്. സ്ഥാപനത്തിൻ്റെ ഓർഡിനറി ആക്ടിവിറ്റീസിലൂടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ സ്ഥാപനം ഏൺ ചെയ്യുന്ന ഇൻകത്തെയാണ് റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണ്. പെർഫോമൻസ് ഒബ്ലിഗേഷൻ എ പ്രോമിസ് ഇൻ എ കോൺട്രാക്റ്റ് വിത്ത് എ കസ്റ്റമർ ടു ട്രാൻസ്ഫർ ഗുഡ്സ് ഓർ സർവീസസ്. ഒരു കോൺട്രാക്റ്റിനകത്ത് നമ്മൾ സർട്ടൺ ഗുഡ്സ് ഓർ സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് എൻറ്റിറ്റി കസ്റ്റമർക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ആ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഗുഡ്സ് ഓർ സർവീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് പ്രോമിസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ആ കോൺട്രാക്റ്റ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൺ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ ഒരു കസ്റ്റമർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും നമ്മൾ അതിൻ്റെ എമൗണ്ട് പറയണം. അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോമിസ് ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പ്രോമിസ് ഇൻ എ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കാര്യം അതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോമിസിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതെന്ന് നമ്മൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാളിറ്റിയുള്ള സാധനം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കസ്റ്റമർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ കസ്റ്റമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു കോൺട്രാക്റ്റ് പ്രോമിസിനെയാണ് നമ്മൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻഡ് എലോൺ സെല്ലിംഗ് പ്രൈസ്. സ്റ്റാൻഡ് എലോൺ സെല്ലിംഗ് പ്രൈസ് എ പ്രൈസ് അറ്റ് വിച്ച് ആൻ എൻറ്റിറ്റി ഷുഡ് സെൽ എ പ്രോമിസ്ഡ് ഗുഡ്സ് ഓർ സർവീസ് സെപ്പറേറ്റ്ലി ടു എ കസ്റ്റമർ നോട്ട് ഇൻ ബണ്ടിൽ. ബണ്ടിലായിട്ടല്ല, നമ്മളൊരു സാധനം അതല്ലെങ്കിൽ ഒരു സേവനം നമ്മൾ പ്രോമിസ് ചെയ്ത പ്രകാരം, പെർഫോമൻസ് ഒബ്ലിഗേഷനകത്ത് നമ്മൾ പറഞ്ഞല്ലോ കോൺട്രാക്റ്റ് പ്രോമിസ് എന്ന്. ആ ഒരു പ്രോമിസ് ചെയ്ത പ്രകാരം നമ്മൾ സാധനമോ സേവനമോ എന്ത് ചെയ്യുന്നു, കസ്റ്റമർക്ക് സെല് ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയുന്നത് പ്രൈസ് അറ്റ് വിച്ച് ആൻ എൻറ്റിറ്റി, എ പ്രൈസ് അറ്റ് വിച്ച് ആൻ എൻറ്റിറ്റി ഷുഡ് സെൽ. അതിനകത്ത് നമ്മൾ കൃത്യമായിട്ടും അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഒരു പർട്ടിക്കുലർ സാധനം അതല്ലെങ്കിൽ പർട്ടിക്കുലർ ഗുഡ്സ് ഓർ സർവീസ് നമ്മൾ കസ്റ്റമർക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സെല് ചെയ്യപ്പെടണം. നോട്ട് ഇൻ ബണ്ടിൽ. ബണ്ടിലായിട്ടല്ല, ഒത്തിരി സാധനങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒത്തിരി ഗുഡ്സ് ഓർ സർവീസസ് ഒരുമിച്ച് ബണ്ടിലായിട്ടല്ല, സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പ്രൈസിന് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന് ആ പ്രോമിസ്ഡ് ഗുഡ്സ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് സെല് ചെയ്യപ്പെടണം എന്നുള്ളതാണ് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ടേംസ് ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട 5 സ്റ്റെപ്സ് ഉണ്ട്. റവന്യൂ ഫ്രം കോൺട്രാക്റ്റ് വിത്ത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഇവിടെ റവന്യൂ റെക്കഗ്നിഷൻ നടത്തുന്ന 5 സ്റ്റെപ്പുകളാണ് ഈ ചാപ്റ്ററിനകത്ത് പിന്നീട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആ 5 സ്റ്റെപ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.